ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തുന്നതിൽ കടുത്ത എതിർപ്പുമായി ഇടതു പാർട്ടികൾ. സ്റ്റാർലിങ്ക് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. ഡേറ്റാ സുരക്ഷയെക്കുറിച്ച് നിലവിൽ തന്നെ ആശങ്കയുണ്ടെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും CPI രാജ്യസഭാംഗം P. സന്തോഷ് കുമാർ 24-നോട് പറഞ്ഞു. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തുന്നത് രണ്ട് തരത്തിലുള്ള അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്റർനെറ്റ് സേവന മേഖലയിൽ കുത്തകവൽക്കരണത്തിന് ഇടയാകും എന്നതാണ് ഒന്ന്. സുപ്രധാന മാപ്പിംഗ് വിവരങ്ങൾ ഉൾപ്പെടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ സ്റ്റാർലിങ്കിന് ലഭിക്കും എന്നതിനാൽ രാജ്യസുരക്ഷ തന്നെ ഭീഷണിയിലാകുമെന്നും പ്രകാശ് കാരാട്ട്. Through the satellite link of Starlink, they can access all the mapping and resources of our country. Normally, such satellite links should be given only to the Indian agencies, Indian security and other official agencies. യുക്രൈനിൽ സ്റ്റാർലിങ്ക് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും കാരാട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഡാറ്റാ സുരക്ഷയെ സംബന്ധിച്ച നിലവിൽ തന്നെ ആശങ്കകൾ നിലനിൽക്കെ സ്റ്റാർലിങ്ക് ആഭ്യന്തര സുരക്ഷയെയും ജനങ്ങളുടെ താൽപര്യങ്ങളെയും ബാധിക്കുമെന്ന് CPI രാജ്യസഭാംഗം P. സന്തോഷ് കുമാർ. രഹസ്യ വിവരങ്ങൾ രഹസ്യം എന്ന് പറഞ്ഞ ഒന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചോർത്തുക എന്ന് പറയുന്നത് അനായാസമായൊരു പ്രക്രിയയായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇവരുടെ ഒരു കൺട്രോളിംഗ് സെന്ററും കൂടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വളരെ വലിയ രീതിയിൽ അത് ആഭ്യന്തര സുരക്ഷയും രാജ്യത്തിന്റെ ജനങ്ങളുടെ താല്പര്യങ്ങളെയും ബാധിക്കും. മണ്ഡല പുനർനിർണയം, ത്രിഭാഷാ വിഷയം, വ്യാജ തിരിച്ചറിയൽ കാർഡ് എന്നിവയ്ക്കൊപ്പം നാളെ സ്റ്റാർലിങ്ക് വിഷയവും പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനാണ് ഇടതു പാർട്ടികളുടെ തീരുമാനം. 24 ഡൽഹി.